എന്താണ് മാധ്യമ സ്വാതന്ത്ര്യ സംരക്ഷണത്തിൽ മലയാള മനോരമയുടെ ചരിത്രം? വളരെ പഴയകാലം നമുക്ക് വിടാം. ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും രാജാവിൻ്റെയും പ്രീതിക്കായി ചെയ്തു കൂട്ടിയതൊക്കെ പലരും എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇനി നമ്മൾ വീണ്ടും എണ്ണണ്ട, അതൊക്കെ വിടാം. ദിവാൻ CP രാമസ്വാമി അയ്യർ ചെറുതായി വിരട്ടിയപ്പോൾ തന്നെ വാർത്ത മയപ്പെടുത്താമെന്നും പറ്റിയ തെറ്റിൽ മാപ്പപേക്ഷിക്കുന്നുവെന്നും നിലവിളിച്ചതും മറക്കാം. പക്ഷേ അടിയന്തരാവസ്ഥ എന്നൊന്നുമുണ്ടല്ലോ, അതത്ര പണ്ടല്ലല്ലോ. ഇന്ത്യയിൽ ഏറ്റവും ആസൂത്രിതമായി മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഭരണകൂടം വേട്ടയാടിയ കാലം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 1975-77 കാലത്തെ അടിയന്തരാവസ്ഥയാണെന്നതിൽ കോൺഗ്രസ്സുകാർ പോലും ഇന്ന് തർക്കിക്കില്ല. ആ കാലത്ത് എന്തായിരുന്നു മനോരമയുടെ നില? വിട്ടുകളി ശല്യത്തെപ്പറ്റി മുഖപ്രസംഗം എഴുതിയും ഇന്ദിരയുടെ 20ന് പരിപാടിയെയും സഞ്ജയ് ഗാന്ധിയുടെ 5ന് പരിപാടിയെയും സ്തുതിച്ചും കോളം നിറച്ചിരുന്ന മനോരമയെപ്പറ്റി നമ്മൾ ഏറെ കേട്ടിരിക്കുന്നു. അതും വിടാം. എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം കുഴിച്ചു മൂടപ്പെട്ട അക്കാലത്ത് ആ ഇരുളിൻ്റെ മറവിൽ സർക്കാരിൻ്റെ നല്ല കുട്ടി പട്ടികയിൽ കയറി സർക്കാർ പരസ്യം വാങ്ങി കൂട്ടുക കൂടിയായിരുന്നു മനോരമ എന്നതുകൂടി നമ്മൾ അറിയണം. ഇന്ത്യൻ ജനതയുടെയും മാധ്യമ സഹജീവികളുടെയും സ്വാതന്ത്ര്യം വിറ്റ് വരുമാനം കൂട്ടുകയായിരുന്നു അന്ന് മനോരമ. ഇത് വെറുതെ പറയുകയല്ല. അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾ അന്വേഷിച്ച ഷാ കമ്മീഷനുണ്ട്. മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ജയന്തിലാൽ ചോട്ടേലാൽ ഷാ അധ്യക്ഷനായ കമ്മീഷൻ. ഈ കമ്മീഷൻ മാധ്യമങ്ങൾക്ക് നേരെ നടന്ന അടിച്ചമർത്തലും അന്വേഷിച്ചിരുന്നു. 1978 മാർച്ച് 11 കമ്മീഷൻ സർക്കാരിനൊരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിലെ ചില വെളിപ്പെടുത്തലുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. റിപ്പോർട്ടിൻ്റെ 39 മുതൽ 42 വരെയുള്ള പേജുകളിൽ അടിയന്തരാവസ്ഥയിൽ പത്രങ്ങളെ സർക്കാർ കണ്ടിരുന്നത് എങ്ങനെയെന്ന് രേഖകൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാർ പരസ്യങ്ങൾ നൽകുന്നത് അന്നും ഇന്നും ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി മുഖേനയാണ്. ഇതിന് പാർലമെൻറ്റ് അംഗീകരിച്ച മാനദണ്ഡങ്ങളുണ്ട്. ചെറുകിട പത്രങ്ങൾക്ക് വരെ പരസ്യം കിട്ടാൻ വേണ്ടിയാണ് ഈ സംവിധാനം. രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിലോ സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിലോ ഒരു മാധ്യമത്തിന് പരസ്യം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന ജാഗ്രതയാണ് ഈ വ്യവസ്ഥകൾ. അടിയന്തരാവസ്ഥയിൽ കുപ്രസിദ്ധനായ VC ശുക്ലയായിരുന്നല്ലോ വാർത്താവിനിമയ മന്ത്രി. DAVPയുടെ ഈ മാനദണ്ഡങ്ങളൊക്കെ ദൂരെ എറിയാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. സർക്കാർ അനുകൂല പത്രങ്ങൾക്ക് പരസ്യം കൂട്ടാനും എതിർക്കുന്നവർക്ക് പരസ്യം വിലക്കാനും കഴിയുന്ന മട്ടിൽ മാനദണ്ഡം മാറ്റാനായിരുന്നു നിർദ്ദേശം. ഇക്കാര്യം ജസ്റ്റിസ് ഷാ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. നിലവിലുള്ള പത്രങ്ങളുടെ ഗ്രേഡിംഗ് ആകെ മാറ്റിമറിച്ചു. പത്രങ്ങളുടെ 3 പട്ടിക തയ്യാറാക്കാൻ ശുക്ല ആവശ്യപ്പെട്ടു. എന്നിട്ട് ശുക്ല കൂടി ഇരുന്ന് പട്ടിക തീരുമാനിച്ചു. അന്നത്തെ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ഡോക്ടർ AR ബാജിക്കായിരുന്നു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ചുമതല. ABC എന്നായിരുന്നു പട്ടികയെന്ന് ബാജി ഷാ കമ്മീഷൻ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. Aയിൽ A+ഉം Bയിൽ B+ഉം ഉണ്ടായിരുന്നു. A+ വരുന്നത് സർക്കാരിന് ഉപാധിയില്ലാതെ പിന്തുണ നൽകുന്ന പത്രങ്ങളാണ്, അതായത് മുട്ടിലെഴുതുന്നവർ. അവർക്ക് വേണം കൂടുതൽ പരസ്യം നൽകാനെന്നായിരുന്നു നിർദ്ദേശം. A+ പദവി കിട്ടിയ 10 പ്രധാന പത്രങ്ങളുടെ പട്ടികയും ജസ്റ്റിസ് ഷാ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ 8ാമത്തെ പേരായി നമ്മുടെ മലയാള മനോരമയുണ്ട്. മലയാളത്തിൽ നിന്നുള്ള ഏക പത്രം. ഏറ്റവും രൂക്ഷമായും തുടർച്ചയായും സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന 11 പത്രങ്ങളുടെ ഒരു B+ പട്ടികയും അതേ റിപ്പോർട്ടിലുണ്ട്. ആ പട്ടികയിൽ 8ാമത്തെ പേരായും ഒരു മലയാള പത്രമുണ്ട്, ദേശാഭിമാനി. അതും മലയാളത്തിൽ നിന്നുള്ള ഏക പത്രം. C പട്ടികയിൽ അനുകൂലമോ പ്രതികൂലമോ എന്ന് പറയാനാകാത്ത പത്രങ്ങളായിരുന്നു, അവരെ വിടാം. വെറുതെ പട്ടികയിൽപ്പെടുത്തിയതിൻ്റെ മാത്രമല്ല, A+ പത്രങ്ങൾക്ക് വാരിക്കോരി പരസ്യം കൊടുത്തതിൻ്റെയും B+ പത്രങ്ങൾക്ക് സർക്കാർ പരസ്യം പൂർണ്ണമായി നിഷേധിച്ചതിൻ്റെയും കണക്കുകളും കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ കൊടി ഉയർത്തി ഇന്ത്യൻ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും അമിതാധികാര വാഴ്ചയ്ക്കെതിരെ പൊരുതി നിന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പണം പറ്റി സർക്കാരിനൊപ്പം നിൽക്കുകയാണ് മനോരമ ചെയ്തത്. ഇത് ചരിത്രമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കൊലച്ചോറുണ്ട് കൊഴുത്ത് സർക്കാരിന് ഓശാന പാടുകയായിരുന്നു അന്ന് മലയാള മനോരമയുടെ ദിനചര്യ. മനോരമയുടെ ഉടമസ്ഥാവകാശം അന്നും കണ്ടെത്തൽ കുടുംബത്തിനാണ്. ദേശാഭിമാനി അന്നും CPMൻ്റെ മുഖപത്രവുമാണ്. അത് രണ്ടും ഇന്നും അങ്ങനെ തന്നെ. പക്ഷേ ഇന്ന് മനോരമ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് കരുതുന്നവരുണ്ടാകാം. രാജ്യത്ത് മാധ്യമ സംസ്കരണം നടന്നപ്പോൾ ഒരിക്കൽ പോലും അവർ എഡിറ്റോറിയൽ എഴുതിയിരുന്നില്ല എന്നത് നമുക്ക് വിടാം. പക്ഷേ അടുത്തിടയ്ക്ക് വന്ന ഒരു എഡിറ്റോറിയൽ ഒന്ന് എടുക്കാം. അത് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ 161ാം സ്ഥാനത്തേക്ക് പതിച്ചതിനെ പറ്റിയായിരുന്നു. അതൊന്ന് വായിച്ചാൽ മനോരമയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി നമ്മുടെ സംശയം തീരും. കേന്ദ്ര സർക്കാരെന്നോ BJP എന്നോ നരേന്ദ്രമോദിയെന്നോ വാക്കില്ലാതെ എഴുതി തീർത്ത രചനയെ ആരും നമിച്ചു പോകും. CPIഎമ്മിനെയും LDF സർക്കാരിനെയും നുണ കൊണ്ട് മൂടാനും അധിക്ഷേപം കൊണ്ട് പൊതിയാനും മനോരമയ്ക്ക് പേടിക്കേണ്ട. എഡിറ്റോറിയൽ എന്തു ഗ്വാഗ്വാവിടെയും നടത്താം. വഴിവിട്ട ഒരു നീക്കവും തങ്ങൾക്കെതിരെ ഉണ്ടാവില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഒരു സംശയം വേണ്ട. ഇനിയൊരു അടിയന്തരാവസ്ഥ വന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ A+ പട്ടികയിൽ മനോരമ ഉണ്ടാകും, B+ പട്ടികയിൽ ദേശാഭിമാനിയും.